ഞാൻ ആരാധിക്കുന്ന ജീവനുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമ്മൾ ധൈര്യമായിട്ട് വിളിച്ചു പറയണം. യെശയ്യാവ് 41:10. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ ദൈവ പൈതലേ, ഈ വാഗ്ദത്തം നമ്മൾ ഓരോരുത്തരോടും ദൈവം വിളിച്ചു പറയുവാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് പല രാജ്യങ്ങളും കോപ്പുകൂട്ടി, പല ദ്വീപുകളും ഒരുമിച്ച് കൂടി, പല രാജാക്കന്മാരും അവരെ തകർക്കുവാൻ നോക്കി. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം ഒരിക്കലും പിശാചിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും തോൽക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വന്നിരുന്നാലും, അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിരുന്നാലും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് വ്യാപരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. അവരുടെ കൂടെ അനേകം ജനങ്ങളും അനേകം രാജ്യങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മക്കളുടെ കൂടെ എപ്പോഴും ദൈവം കൂടെയുണ്ട്. വീണ്ടും ദൈവം പറയുവാണ്, ഭ്രമിച്ച് നോക്കണ്ട, നീ പേടിച്ച് നോക്കണ്ട, എൻ്റെ കൂടെ ശക്തിയില്ലല്ലോ, എൻ്റെ കൂടെ അവരെ പോലെ ആളുകളില്ലല്ലോ എന്ന് പറഞ്ഞ് നീ പേടിച്ച് നോക്കണ്ട. നിൻ്റെ കൂടെ അദൃശ്യനായ ദൈവം കൂടെ വരുന്നു. അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ ശക്തീകരിക്കും. അതെ, മറ്റുള്ളവർക്ക് ആയുധങ്ങളുണ്ട്, അവർക്ക് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള മല്ലന്മാരുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ശക്തിയുണ്ടെങ്കിൽ നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവമാണ്. ഈ ദൈവം നമ്മളെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. അവരെ സഹായിക്കുവാൻ ഒരുപാട് പേരുണ്ട്, നമ്മളെ സഹായിക്കുവാൻ വീട്ടുകാരും ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. നമ്മളെ സഹായിക്കുവാൻ അദൃശ്യനായ ദൈവം, സകലത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമ്മൾ പിന്നിലേക്ക് മറിഞ്ഞു വീഴുകയില്ല, ചരിഞ്ഞു പോവുകയില്ല, തകർന്ന് നമ്മൾ വീഴുകയില്ല. കാരണം നമ്മളെ താങ്ങിയിരിക്കുന്ന ഒരു കൈയുണ്ട്, അത് നീതിയുള്ള വലം കൈ. നമ്മുടെ ദൈവത്തിൻ്റെ വലം കൈ നമ്മളെ താങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ ദൈവം നമുക്ക് ജയം തരും. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഭയത്തെ കൊണ്ടുവരുന്നവൻ സാത്താനാണ്. സാത്താൻ ഭയത്തെ കൊണ്ടുവന്ന് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നമുക്ക് ധൈര്യം തന്ന് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ധൈര്യത്തോടുകൂടി ഇരിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.